വിശദമായ വാർത്തയിലേക്ക്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിലെത്തി. പാലാരിവട്ടം മുതൽ ആലുവ വരെ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്ത് ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തി. ഇതിനിടെ ഇന്ന് നടത്താനിരുന്ന മെട്രോ സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം മാറ്റിവെച്ചു. ചടങ്ങിന് പ്രതിപക്ഷ എംഎൽഎമാരെ ക്ഷണിച്ചില്ലെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് പിന്മാറുകയായിരുന്നു. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് 14 ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി കൊച്ചിയിലെത്തിയത്. മെട്രോ സ്റ്റേഷനുകളിലെയും ട്രെയിനിലെയും സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും മുഖ്യമന്ത്രി നേരിട്ട് പരിശോധിച്ചു. പാലാരിവട്ടം സ്റ്റേഷൻ മുതൽ ആലുവ സ്റ്റേഷൻ വരെ മെട്രോ ട്രെയിനിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്തു. വനിതാ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള KMRL ജീവനക്കാരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. മുൻ MPയും CPIM ജില്ലാ സെക്രട്ടറിയുമായ P. രാജീവ്, KMRL MD ഏലിയാസ് ജോർജ് തുടങ്ങിയവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന മെട്രോ സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം മാറ്റിവെച്ചു. സ്ഥലം MLAയെ ചടങ്ങിന് KMRL ക്ഷണിച്ചില്ലെന്ന പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് പിന്മാറുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടെ മറ്റൊരു തീയതി നിശ്ചയിക്കുമെന്ന് KMRL MD ഏലിയാസ് ജോർജ് പറഞ്ഞു. ഒരു സ്വിച്ച് ഓൺ കർമ്മം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോളാറിന് വേണ്ടി. അതിപ്പോൾ തൽക്കാലം ചെയ്യേണ്ട, അതൊരു ഫംഗ്ഷനായിരുന്നു, പിന്നെ ചെയ്യാൻ തീരുമാനിച്ചു. പരീക്ഷണ ഓട്ടങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ കൊച്ചി മെട്രോ ജൂൺ 17 നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന ചടങ്ങ് അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാരും KMRLും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്തെ ഒരു വിഭാഗം മദ്യശാലകൾ തുറക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ KCBC തീരുമാനം. മദ്യശാലകൾക്ക് അനുമതി നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ NOC വേണമെന്ന വ്യവസ്ഥ എടുത്തുകളഞ്ഞതിനെയും കോടതിയിൽ ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം ഇതേ ആവശ്യമുന്നയിച്ച് ഗവർണറെയും മുഖ്യമന്ത്രിയെയും സഭാ മേലധ്യക്ഷന്മാർ കണ്ടിരുന്നു. അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ KCBC തീരുമാനിച്ചത്. സർക്കാരിന്റെ മദ്യനയം കൂടിയാലോചനയ്ക്ക് ശേഷം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. KCBC സുപ്രീം കോടതിയിൽ സമീപിക്കുന്നതിൽ ആശങ്കയില്ലെന്നും അവർക്കതിനുള്ള അവകാശമുണ്ടെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. കേരളത്തെ പാകിസ്ഥാനോട് ഉപമിച്ച ടൈംസ് നൗ ചാനലിനെതിരെ പ്രതിഷേധം ശക്തം. അക്ഷരപ്പിശക് കാണുന്ന പറഞ്ഞ് തലയൂരാനാണ് ചാനലിന്റെ ഇപ്പോഴത്തെ ശ്രമം. BJP President Amit Shah, who has arrived at the airport in Kochi. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലായിരുന്നു ചാനലിന്റെ വിവാദ പരാമർശം. ബീഫ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ ഇടിമുഴങ്ങുന്ന പാകിസ്ഥാന് സമാനമായ കേരളത്തിലേക്ക് അമിത് ഷാ എത്തുന്നു എന്നായിരുന്നു ചാനലിന്റെ പ്രസ്താവന. പരാമർശത്തിനെതിരെ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുയർന്നതോടെ ക്ഷമാപണവുമായി ചാനൽ രംഗത്തെത്തി. കേരളം എന്നെഴുതേണ്ടിടത്ത് ടൈപ്പ് ചെയ്തപ്പോൾ പാകിസ്ഥാൻ എന്നായിപ്പോയി എന്ന ദുർബലമായ വാദമാണ് ചാനൽ മുന്നോട്ട് വച്ചത്. ബീഫ് നിരോധന വിഷയത്തിൽ ദേശവ്യാപക പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് കേരളമാണ്. യോജിച്ചിട്ടുള്ള പ്രക്ഷോഭം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. BJPയും സംഘപരിവാർ സംഘടനകളും കേരളത്തിനെതിരെയും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെയും അക്രമങ്ങൾ അഴിച്ചുവിട്ട സാഹചര്യത്തിൽ ടൈംസ് നൗ പാകിസ്ഥാൻ പരാമർശവുമായി എത്തിയത് സംശയത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. RSS പരിപാടിയിൽ പങ്കെടുത്ത ഇരിങ്ങാലക്കുട MLA KU അരുണനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ. RSSനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതിനിടെ തെറ്റിദ്ധരിച്ചാണെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റായ നടപടിയാണെന്നും പരസ്യ ശാസന വേണമെന്നും ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. ഈ നിർദ്ദേശം ജില്ലാ നേതൃത്വം പരിശോധിച്ച് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് K. രാധാകൃഷ്ണൻ വ്യക്തമാക്കി. RSSനോടും സംഘപരിവാറിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് പാർട്ടിക്ക് ദോഷകരമായി എത്തിയിരുന്ന രീതിയിൽ RSS സംഘടിപ്പിച്ച പരിപാടിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടാണെങ്കിൽ പോലും പങ്കെടുത്തത് തെറ്റായ സമീപനമാണ് എന്ന് ഇരിഞ്ഞാലക്കുട പാർട്ടി ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്ത് കണ്ടെത്തുകയും ചെയ്തു. അരുൺ മാഷെ പരസ്യമായി RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് പരസ്യമായി ശാസിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനം അറിയിക്കുക. നിയന്ത്രണ രേഖയിൽ 6 പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ കൊലപ്പെടുത്തിയതിനു പിന്നാലെ പാക് പ്രകോപനം ശക്തമായി. പൂഞ്ചിലും അനന്ത്നാഗിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി. ഇതിനിടയിൽ കൃഷ്ണഘാട്ടി സെക്ടറിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. അതേസമയം വിഘടനവാദി നേതാക്കളുടെ വസതികളിൽ NIA നടത്തിയ പരിശോധനയിൽ 1.5 കോടി രൂപ പിടിച്ചെടുത്തു. നിയന്ത്രണ രേഖയിലെ ബിംബർ മേഖലയിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ 6 പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് പാക് പ്രകോപനം ശക്തമായത്. രാവിലെ പൂഞ്ച് സെക്ടറിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തു.
ഇതിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ ഇന്ത്യൻ സൈനിക വാഹനവ്യൂഹത്തിന് നേരെ ഭീകരർ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 2 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു. AK-47 തോക്കുകൾ ഉപയോഗിച്ച് സൈന്യത്തിന് നേരെ പ്രകോപനം കൂടാതെ ഭീകരർ വെടിവയ്പ് നടത്തുകയായിരുന്നു. സൈന്യം പ്രത്യാക്രമണം നടത്തിയതോടെ ഭീകരർ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയതായി സൈന്യം അറിയിച്ചു. അതേസമയം പൂഞ്ച് സെക്ടറിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ ഒരു പാകിസ്ഥാൻ സൈനികൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നാലെ സൈന്യവും പോലീസും ചേർന്ന് ഭീകരർക്ക് വേണ്ടി തെരച്ചിൽ ശക്തമാക്കി. ലഷ്കർ-ഇ തൈബയോ ഹിസ്ബുൾ മുജാഹിദിനോ ആകാം ആക്രമണത്തിന് പിന്നിലെന്ന് സൈന്യം അറിയിച്ചു. ഈ ഭീകര സംഘടനകൾക്ക് ശക്തമായ സാന്നിധ്യമുള്ള തെക്കൻ കാശ്മീരിലായിരുന്നു ആക്രമണം അരങ്ങേറിയത്. അതേസമയം കാശ്മീരിൽ സംഘർഷം സൃഷ്ടിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് വിഘടനവാദി നേതാക്കൾക്ക് പണം ലഭിച്ചിട്ടുണ്ടെന്ന സൂചനയിൽ NIA വിഘടനവാദി നേതാക്കളുടെ വസതികളിൽ റെയ്ഡ് നടത്തി. ദില്ലിയിലും കാശ്മീരിലുമായി നടത്തിയ റെയ്ഡിൽ 1.5 കോടി രൂപയോളം കണ്ടെത്തി. ഇതിനിടയിൽ ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ സെപ്റ്റംബറിൽ നടത്തിയ മിന്നലാക്രമണത്തിന് ശേഷം അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം കഴിഞ്ഞ 6 മാസത്തെ അപേക്ഷിച്ച് 45% കുറഞ്ഞെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാണിയെ NDAയിൽ എത്തിക്കണമെന്ന സൂചന നൽകി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. ഇടത് വലത് മുന്നണികളോട് അകലം പാലിക്കുന്നവരെ കൂടെ കൂട്ടണമെന്നും അമിത്ഷാ പറഞ്ഞു. അവസരങ്ങൾ ലഭിക്കുമ്പോൾ നിസ്സംഗത പാലിക്കുന്നതാണ് കേരളത്തിൽ പാർട്ടി വളരാത്തതിന് പിന്നിലെന്നും കോർ കമ്മിറ്റിയിൽ കേരള നേതാക്കൾക്ക് അമിത്ഷായുടെ ശകാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് BJP അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിലെത്തിയത്. സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുത്ത അമിത്ഷാ യോഗത്തിലുടനീളം കേരള നേതൃത്വത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു. അവസരങ്ങൾ മുതലാക്കുന്നതിലെ നിസ്സംഗതയാണ് കേരളത്തിൽ BJP വളരാത്തതിന് കാരണമെന്ന് അമിത്ഷാ പറഞ്ഞു. മാർഗത്തേക്കാൾ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ഏതു മാർഗം ഉപയോഗിച്ചും സീറ്റുകൾ നേടുകയാണ് വേണ്ടതെന്നും കൂട്ടിച്ചേർത്തു. KM മാണിയെ NDA മുന്നണിയിൽ എടുക്കുന്നതിന്റെ സാധ്യതകളും അമിത്ഷാ ആലോചിക്കുന്നുണ്ട്. ഇടതു വലത് മുന്നണികളിൽ നിന്നും തുല്യ അകലം പാലിക്കുന്ന കക്ഷികളെ കൂടെ കൂട്ടണമെന്ന് KM മാണിയുടെ പേരെടുത്തു പറയാതെ അമിത്ഷാ യോഗത്തെ അറിയിച്ചു. RSS നേതൃനിരയിലെ പ്രധാനികളുമായും അമിത്ഷാ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒപ്പം സമൂഹത്തിലെ ചില പ്രശസ്ത വ്യക്തികളെ ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ചയ്ക്കായി ഉണ്ട്. എന്നാൽ ഇതിൽ ആരൊക്കെ പങ്കെടുക്കുമെന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല. ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ BJP അധ്യക്ഷനെ പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചു. തുടർന്ന് വെള്ളയമ്പലത്തെ അയ്യങ്കാളി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ അമിത്ഷാ സ്വകാര്യ ഹോട്ടലിലെത്തിയത്. നേതൃയോഗം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJPയോടുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അമിത്ഷായെ കാണാൻ പോകാത്തതെന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചു. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും സെൻട്രലിലുള്ള നേതാക്കന്മാരും കേരള ഘടകത്തോട് പറയുന്നുണ്ട്. പക്ഷേ അവരെക്കാളും സെൻട്രൽ നേതാക്കന്മാരേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഈ വലിയ നേതാക്കന്മാരേക്കുന്ന പല കാര്യങ്ങളും മറന്നുപോയെങ്കിൽ തന്നെയും അത് ഓർമ്മപ്പെടുത്തി മേടിച്ചു തരാനുള്ള ആർജവം കാണിക്കേണ്ടത് കേരള ഘടകത്തിലെ BJPക്കാരായിരുന്നു. അവരും വേണ്ടത്ര താല്പര്യമെടുത്തതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ താല്പര്യം എടുത്തിരുന്നു എങ്കിൽ ഇത് പണ്ടേ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിടുമായിരുന്നു. കർണാടകയിലെ കർഷകർ അനുഭവിക്കുന്ന വരൾച്ച കെടുതികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് CPIM-ന്റെയും കർഷക സംഘത്തിന്റെയും നേതൃത്വത്തിൽ 550 കിലോമീറ്റർ പദയാത്ര നടത്തി. ഇന്ന് ചിക്കബല്ലാപൂർ ജില്ലാ ആസ്ഥാനത്ത് 5000-ലധികം കർഷകർ പങ്കെടുത്ത പ്രകടനം നടന്നു. വരൾച്ച കൊണ്ട് ജീവിതമാർഗം നഷ്ടമായ കർഷകർക്ക് ഏക്കറിന് 25,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് നിവേദനം ജില്ലാ കളക്ടർക്ക് കൈമാറി. സമാപന യോഗം CPIM PB അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ശ്രീ റാം റെഡ്ഡി, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുനിവെക്കിടപ്പ, ഉമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചരക്ക് സേവന നികുതി അടുത്ത മാസം 1 മുതൽ നടപ്പിലാക്കുന്നതിന് GST കൌൺസിലിൽ ഏകാഭിപ്രായം. മുന്നൊരുക്കങ്ങളില്ലാതെ നികുതി നടപ്പാക്കാനാകില്ലെന്ന മുൻ അഭിപ്രായം ബംഗാൾ ധനമന്ത്രി അമിത് മിശ്ര GST കൌൺസിലിൽ ഉന്നയിച്ചില്ല. ജൂലൈ 1-ന് ശേഷവും ചെക്ക് പോസ്റ്റുകൾ തുടരാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകി. GST മുഴുവൻ ചട്ടങ്ങൾക്കും യോഗം അംഗീകാരം നൽകി. നിലവിൽ നികുതി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പരീക്ഷ പാസ്സായാൽ ടാക്സ് പ്രാക്ടീഷണർമാരായി തുടരാം. പുതുതായി ഉദ്യോഗം തേടുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കും. നിലവിലുള്ള ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ മാറ്റമുണ്ടാകില്ല. സ്വർണം ഉൾപ്പെടെയുള്ള 6 ഉൽപ്പന്നങ്ങളുടെ നികുതി നിർണ്ണയിക്കുന്നതിന് യോഗം തുടരുകയാണ്. സിനിമാ മേഖലയിൽ GST 28% ഏർപ്പെടുത്തിയത് പ്രാദേശിക സിനിമയ്ക്കുമേൽ കത്തിവെക്കുന്നതിന് തുല്യമെന്ന് സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഇത് 18% കേന്ദ്രം തയ്യാറാകണം. സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷം തുടർ തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് വളരെ നിർഭാഗ്യകരമായ ഒരു തീരുമാനമാണ്.
നമ്മുടെ പ്രധാന പ്രശ്നം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നികുതി, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈടാക്കുന്നത്. അപ്പോൾ GSTയിൽ അത് ലയിക്കില്ല. അതാണ് അതിലത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ GSTയിൽ 28% എന്ന് പറയുന്നത് ഈ ടാക്സിന് പുറമേ ആയിരിക്കും. അപ്പോൾ ഒരു സിനിമാ ടിക്കറ്റിൻ്റെ മേൽ 53% ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതി വരും. ഒക്കെ സർവീസ് ടാക്സ് എന്ന് പറയുന്നത് 15%. ഇപ്പോൾ പുതുക്കിയ ടാരിഫ് പ്രകാരം അത് 18%. അപ്പം പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഗണ്യമായൊരു വർധനമുണ്ടാവും. 3% മാത്രമല്ല ഞാൻ പറയുന്നത്, ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുരുക്കത്തിൽ സംഭവിക്കുന്നത് GST വരുന്നതോടുകൂടി സംഭവിക്കുന്നത് വലിയ കോർപ്പറേറ്റുകൾ നിർമ്മിക്കുന്ന വലിയ സിനിമകൾക്ക് പ്രശ്നമുണ്ടാകാൻ പോകുന്നില്ല. പ്രാദേശിക സിനിമകൾക്കും ചെറിയ സിനിമകൾക്കും ബദൽ സിനിമകൾക്കും അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഏർപ്പാടാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സംസാരിക്കുന്നു. തത്സമയം संतुष्ट नहीं है, नंबर 1, इस पर आपका क्या कहना है? और दूसरी बात यह है कि अभी मनीष तिवारी जो कांग्रेस के लीडर हैं, बड़े लीडर हैं, उन्होंने कहा कि 2019 का चुनाव जो है वो बैलेट से हो जाना चाहिए, लेकिन लोग संतुष्ट नहीं है. आपको लगता है कि लंबी चौड़ी एक्सरसाइज के बाद भी लोग संतुष्ट नहीं है पार्टियां, और नहीं है तो फिर आपका क्या कहना है? देखिए, जहां तक नेशनल कांग्रेस पार्टी ने कहा है कि ये आई वॉश है, हमने अभी विस्तार से पूरा जो उनके साथ सुबह कई घंटे विचार विमर्श हुआ है उसका पूरा विस्तार से हमने आपको ब्यौरा दिया है, और कमीशन ने अपनी पूरी ट्रांसपेरेंसी को ध्यान में रखते हुए उनको पुनः ऑफर किया है कि वो इलेक्ट्रॉनिक वोटिंग मशीन का चुनाव करें, इलेक्ट्रॉनिक वोटिंग मशीन को खोलें, मेमोरी नंबर निकालें, बैटरी नंबर निकालें, और चाहे एकेडमिक एक्सरसाइज के लिए ही, लेकिन वो चैलेंज में या एकेडमिक एक्सरसाइज में भाग लें. तो हमारा ऑफ़र, जब हमारी उनसे अंतिम यहाँ पे मीटिंग हुई आज, उनको ये ऑफ़र है उनके पास, और उनसे हमने कहा है कि वो इस पर विचार करके पुनः वापस आ सकते हैं. तो अब उस पर हम ज़्यादा कमेंट नहीं करेंगे. कमीशन ने अपनी ओर से पूर्ण ऑफ़र दिया है कि वो चैलेंज में भाग लें या एकेडमिक एक्सरसाइज के तौर पर भी भाग लें. दूसरा, जहाँ तक आने वाले चुनाव में बैलेट पेपर इस्तेमाल करने की बात है, देखिए आपको मालूम है कि माननीय उच्चतम न्यायालय का आदेश एक 2013 का है, जिसमें प्रत्येक EVM के साथ वीवीपैट का इस्तेमाल होना है. हमने उसकी बहुत विस्तृत प्लानिंग करी है. 3173 करोड़ रुपया हमको मिला है, हमने मैन्युफैक्चरर को दे दिया है. एक प्रोडक्शन प्लान जारी हो गया है. अगस्त से हम आशा करते हैं, अगस्त 2017 से, कि वीवीपैट का निर्माण प्रारंभ हो जाएगा. हम आशा करते हैं कि अगले वर्ष सितंबर 2018 तक हमें वीवीपैट मिल जाएंगी. अब जबकि प्रत्येक EVM के साथ वीवीपैट का इस्तेमाल होगा, पूर्ण पारदर्शिता होगी, वोटर अपने डाले गए वोट को स्वयं देख सकेगा, तब अब उसमें बैलेट पेपर से चुनाव कराने का कोई गुंजाइश नहीं है. Sir, Pradeep Bhandari from Jan Ki Baat. Sir, why was the digital webcast, a live digital webcast, not done of the whole exercise? Because that would have led to greater transparency, and the concerns pointed out by a person asking the question before would have been shed away. So why did you not do a digital webcast is my question. Because we were coming and addressing this press conference. Of how it was done, the whole process on how you interacted with the political parties and how the whole EVM hackathon process was carried out. It was not hackathon. Let us clarify. It was not hackathon. It was a challenge, and in any case, we were sharing. We were going to share with the media at the end of the challenge. We did not want this process or some interruptions to be received from various quarters. So we wanted to brief you at the end. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നസീം സീദി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയമാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. ചാരക്കേസ് കരുണാകരനെതിരെ ഗൂഢാലോചന നടത്തിയത് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആണെന്ന് കെ മുരളീധരൻ. CP മാത്യൂസ് എന്തു വെളിപ്പെടുത്തിയാലും കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടാകില്ലെന്നും ആഭ്യന്തര കലഹം താങ്ങാനുള്ള ശേഷി ഇപ്പോൾ കോൺഗ്രസിനില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഈ സംഭവത്തിന്റെ പിന്നിൽ പ്രധാനമായും ഗൂഢാലോചന നടത്തിയത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവുവാണ്. നിരന്തരമായി അന്നത്തെ പ്രധാനമന്ത്രി അഴിമതിയുടെ ഒരു പുകമറയ്ക്കുള്ളിൽ നിന്നപ്പോൾ പകരം ആര് എന്നുള്ളതിനെക്കുറിച്ച് പല ചർച്ചകളും അന്നത്തെ അന്തരീക്ഷത്തിലുണ്ടായി. അന്ന് ഒരുപാട് പേര് വന്നിരുന്നു. മാധവറാവ് സിന്ധ്യ, ബൽറാം ജാക്കർ, കെ കരുണാകരൻ, അങ്ങനെ കുറേ പേരുകളും. ഏതായാലും ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പാർട്ടിയിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇനി CP മാത്യു എന്ത് വെളിപ്പെടുത്തിയാലും ശരി. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു
വിഴിഞ്ഞം പദ്ധതിയുടെ വാർത്തയിലേക്ക് എത്താം. അസമിൽ വ്യോമസേന വിമാനം തകർന്നു മരിച്ച പൈലറ്റ് അച്ചുദേവിന്റെ മൃതദേഹം കോഴിക്കോട്ടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് വ്യോമസേന വിമാനാപകടത്തിൽ മരണപ്പെട്ട ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് അച്ചുദേവിന്റെ മൃതദേഹം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചത്. ശേഷം റോഡ് മാർഗം പന്തീരങ്കാവ് പന്നിയൂർക്കുളത്തെ ജന്മനാട്ടിലും എത്തിച്ചു. 3 മണിവരെ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അന്തിമോപചാരം അർപ്പിച്ചു. മറ്റ് ജനപ്രതിനിധികളും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പന്നിയൂർക്കുളത്തെ വീട്ടിൽ എത്തിയിരുന്നു. കോയമ്പത്തൂർ സൈനിക ക്യാമ്പിലെ 60ഓളം സൈനികരാണ് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ് നടന്നത്. മെയ് 23-നാണ് അച്ചുദേവ് സഞ്ചരിച്ചിരുന്ന സുഖോയ് 30 യുദ്ധവിമാനം അരുണാചൽ പ്രദേശ് ചൈന അതിർത്തിയിൽ തകർന്നു വീണത്. സഹ പൈലറ്റായ ഉത്തർപ്രദേശ് സ്വദേശിയും സംഭവത്തിൽ മരണപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തെ ചന്തകളിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി വരവ് കുറഞ്ഞു. കന്നുകാലികളുമായി വന്ന 45-ലേറെ ലോറികൾ തമിഴ്നാട് കർണാടക അതിർത്തികളിൽ മടക്കി അയച്ചു. പാലക്കാട്ടെ 7-ഉം മലപ്പുറത്തെ 5-ഉം ചന്തകളിൽ ഇന്നലെ കന്നുകാലി ലോഡ് എത്താത്തതോടെ വിപണിയിൽ പ്രതിസന്ധിയാണ്. സംസ്ഥാനത്തേക്ക് അറവിനാവശ്യമായതിന്റെ 2% മാത്രമാണ് ആഭ്യന്തരോൽപാദനം. ബാക്കി അയൽ സംസ്ഥാനങ്ങളിലെ കാലിച്ചന്തകളിൽ നിന്നെത്തുകയാണ് പതിവ്. ഇതാണ് ഗണ്യമായി കുറഞ്ഞത്. കേന്ദ്ര സർക്കാർ കാലിക്കടത്ത് നിരോധിച്ച പശ്ചാത്തലത്തിൽ സംഘപരിവാർ സംഘടനകൾ കന്നുകാലികളുമായി വരുന്ന ലോറികൾ തടഞ്ഞ് മടക്കി അയച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി. പാലക്കാട് ജില്ലയിലെ 7 ചന്തകളിലും മലപ്പുറത്തെ 5 ചന്തകളിലും കഴിഞ്ഞ ദിവസം ഒരു ലോഡ് പോലും കന്നുകാലികൾ എത്തിയില്ല. വ്യാപാരികൾ സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു വലിയ മുൻകൈ എടുത്തു എന്നുള്ളതാണ് സ്വാതന്ത്ര്യ തൊഴിലാളികളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും സർക്കാരുമായിട്ടുള്ള തർക്കങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതൊക്കെ മറ്റൊരു വിഷയം. പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ തന്നെ ഒരു നിയമസഭാ സമ്മേളനം നടത്തിയും അത് കേരളത്തിലൊരു പൊതുവികാരം ഇതിനെതിരായി വളർത്തിക്കൊണ്ടുവരുന്നതിലും അതിനെ നിയമപരമായി തടയുന്നതിലുമൊക്കെ തന്നെ കേരള സർക്കാർ സ്വീകരിച്ചു വരുന്ന എല്ലാ നടപടികൾക്കും സ്വാതന്ത്ര്യ തൊഴിലാളികളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടാകും എന്നുകൂടി ഈ റംസാൻ വിപണി സജീവമായിരിക്കെ അറവിനുള്ള കാലികളുടെ ലഭ്യത നിലച്ചത് കച്ചവടം പ്രതിസന്ധിയിലാക്കി. ഈ സ്ഥിതി തുടർന്നാൽ വരും ദിവസങ്ങളിൽ മാട്ടിറച്ചി ലഭ്യമല്ലാതാവുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.